പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ നമ്മൾ ഈ സമയം സംസാരിച്ചുകൊണ്ടിരുന്ന വലിയൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു പത്തനംതിട്ട പയ്യനാമണ്ണിലെ ക്വാറി അപകടം, അല്ലെ? ഇന്നലെ ഒരു 4-4:30 മണിയോടുകൂടി സംഭവിച്ച അപകടമാണ്. ഇന്ന് ഈ സമയം നമ്മൾ സംസാരിക്കുമ്പോഴും അവിടുത്തെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. മാത്രവുമല്ല, അത് കൂടുതൽ പ്രതിസന്ധിയിൽ നിൽക്കുകയുമാണ്. തിരച്ചിൽ നിർത്തിവച്ചിരുന്ന മണിക്കൂറുകൾ പിന്നിടുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ വലിയ പാറകൾ അടർന്നു വീഴുന്നതാണ് ഭീഷണിയായി നിൽക്കുന്നത്. ബീഹാർ സ്വദേശി അജയ രാജനെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ക്വാറി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായാണ് എന്ന് ആരോപിച്ച് ജനങ്ങൾ ക്വാറിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ആദ്യം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ലീസ് ഏരിയയിലല്ല, ലീസ് ഏരിയയ്ക്ക് പുറത്താണ്. ഈ അപകടം നടന്നിരിക്കുന്നത് ലീസ് ഏരിയയ്ക്ക് പുറത്താണ്. ഇതിന് ഉത്തരം പറയേണ്ടത് ജിയോളജിസ്റ്റാണ്. ഇന്നലെ ഇവിടെ ജിയോളജിസ്റ്റ് വന്നിട്ടാ പോയത്. അവർ കൃത്യമായിട്ട് ഏരിയ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപകടം നടക്കില്ല. പാർശ്വ അനുമതിയില്ല, അതെ, തിരുത്തി ഒരു അനുമതിയുണ്ട്. ആ അനുമതി വെച്ചിട്ടാണ് അവർ നടത്തുന്നത്. അവർ കൃത്യമായിട്ടുള്ള രേഖകൾ നിങ്ങളെ മാധ്യമങ്ങളെ കാണിക്കട്ടെ. 2026 എന്നുള്ളത് 6 തിരുത്തിയേക്കുന്നുണ്ടോ? 2024 വരെ ഉള്ളത്. യെസ്, ശ്രീരാജ് ബാബുണ്ട് നമുക്കിപ്പം. ശ്രീരാജ്, അപകടം നടന്ന നേരത്തോട് നേരം കഴിഞ്ഞിരിക്കുകയാണ്. വലിയ യന്ത്രങ്ങൾ എത്തുമെന്ന് പറഞ്ഞു. ആ യന്ത്രങ്ങൾ എത്തിയിട്ടുണ്ടോ? പാറ ഇടിഞ്ഞു വീഴുന്നത് നേരത്തെ തന്നെ അറിയാം ഈ ഉദ്യോഗസ്ഥർ. കാരണം ഇന്നലെ ഈ അപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ വീണ്ടും ആ പാറകൾ ഇളകി വീഴുകയും ആ ദൗത്യം അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഇതെല്ലാം കൂടി മുന്നിൽ കണ്ട് വേണ്ടേ അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കാനും ഇന്നത്തെ ദൗത്യം പുനരാരംഭിക്കാനും? ഇപ്പോൾ നിലവിലെ രക്ഷാദൗത്യം അത് പാളുകയാണോ അർജുൻ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ പ്രത്യേക ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയായിരുന്നു ഈ ദൗത്യസംഘം ഈ തെരച്ചിൽ ആരംഭിച്ചത്. ജില്ലാ കളക്ടർ അടക്കം ഈ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. പ്രത്യേക നിർദ്ദേശങ്ങളും എല്ലാം നൽകിയിരുന്നു, എല്ലാ മേൽനോട്ടങ്ങളും വഹിച്ചിരുന്നു. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ ഏകദേശം 1 മണിക്കൂറോളം തെരച്ചിൽ നടത്തിയ ശേഷം താൽക്കാലികമായി തെരച്ചിൽ നിർത്തിവെച്ചിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു. 6 മണിക്കൂർ പിന്നിട്ട് 7-ാം മണിക്കൂറിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. തെരച്ചിൽ താൽക്കാലികമായി താൽക്കാലികമായി നിർത്തിവെക്കുമ്പോൾ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് വലിയ പ്രതിസന്ധിയാണ്. ഈ ദൗത്യസംഘത്തിനടക്കം വലിയ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു പാറ രാവിലെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം ഇവർ പറഞ്ഞിരുന്നത്, വലിയ ക്രെയിനുകളോ ഹിറ്റാച്ചികളോ എത്തിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ഹിറ്റാച്ചികൾ രാവിലെ പറഞ്ഞ ശേഷം ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. അല്പസമയം മുൻപും പത്തനംതിട്ട എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നെങ്കിൽ പോലും ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഏകദേശം 5-6 മണിക്കൂർ പിന്നിടുന്നു ഹിറ്റാച്ചി ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെയും ഈ ഉപയോഗിക്കേണ്ട ഹിറ്റാച്ചികൾ ഇവിടെ എത്തിയിട്ടില്ല. വലിയ ക്രെയിനുകളായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നതെങ്കിൽ പോലും ക്രെയിനുകൾ ഈ പാറമടയിലേക്ക് എത്തിക്കാനുള്ള തടസ്സമുണ്ടായിരുന്നു. കാരണം അതിലെ വഴികൾ തീരെ ചെറുതായിരുന്നു. ആ ഭാഗത്തുകൂടി ഈ വലിയ ക്രെയിനുകൾ എത്തിക്കാൻ താരതമ്യേന സാധിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ഹിറ്റാച്ചികൾ ഈ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ഇതുവരെയും പൂർണ്ണ തോതിൽ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു 3:30 മണി സമയം പിന്നിട്ടപ്പോൾ തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെങ്കിലും ഇതുവരെ ശ്രീരാജെ, കഷ്ടമാണ്. കാരണം ഇത്രയും സമയമായിട്ടും ആ രക്ഷാപ്രവർത്തനം ആ ദൗത്യം ഇനിയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന പോലെ അത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്, ദുഷ്കരമായ ദൗത്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ അറിയാമായിരുന്നല്ലോ. അപ്പോൾ അതനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ടു പോവുകയാണ്. മാത്രമല്ല, എത്തിക്കുമെന്ന് പറഞ്ഞ ഉപകരണങ്ങൾ പോലും അവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന്.